നമഃ. നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് തുടങ്ങാൻ പോവാണ്. നമുക്ക് വളരെ സിമ്പിൾ സ്റ്റെപ്പ്, നമ്മൾ ആദ്യം തൊട്ടേ പഠിക്കുന്നത് എപ്പോഴും ഈ സ്റ്റെപ്പ് വരുന്നതാണ്, എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ അത് ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണതുകൊണ്ടാണ് ആ സ്റ്റെപ്പ് വീണ്ടും ഇട്ട് കാണിച്ചു തരുന്നത്. നമുക്കത് കണ്ടുപിടിക്കാം, നോക്കാം. നമസ്കാരം. നമുക്കിന്ന് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി എടുക്കാൻ പോവാണ്, സ്റ്റെപ്സ് എടുക്കാൻ പോവാണ്. ശരി, നമുക്ക് തുടങ്ങാം. പുതിയ സ്റ്റെപ്പ് പഠിക്കാൻ, പുതിയ സ്റ്റെപ്പല്ല, നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ്. എന്നാൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് സ്റ്റെപ്പ്. 1 2 3 4 1 2 3 4 നമുക്കറിയാവുന്ന സ്റ്റെപ്പാണ്. എന്നാൽ നിങ്ങളുടെ 1 2 3 4 1 2 3 4 അറിയാവുന്ന സ്റ്റെപ്പാണല്ലോ അല്ലേ? ഇനി നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വലത്തോട്ട് പോകുന്നു, പിന്നെ ഇടത്തോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ വലത്തോട്ട് പോകുമ്പോൾ 1 2 3 4 പിന്നെ ഇടത്തോട്ട് വരുമ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളല്ലേ. 1 2 3 4 ഇങ്ങനെ ക്രോസ് ചെയ്ത് രണ്ടുപേര് തന്നെ പോകുന്നത് നിങ്ങൾക്ക് ചെയ്യുമ്പോഴേ പിടിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ അങ്ങനെ ഒരു റൗണ്ട് പിന്നെ നമ്മൾ തിരിച്ച് ഈ വലത്ത് നിൽക്കുന്നവർ ഇടത്തോട്ടും ഇടത്ത് നിൽക്കുന്നവർ വലത്തോട്ടും അങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ഇപ്പം വലത്ത് നിൽക്കുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇടത്ത് നിൽക്കുന്നവർ ഇടത്തോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 2 3 4 1 2 3 4 ഇടത് കാല് വെച്ച് പോകും. ആദ്യം തുടക്കം, പിന്നെ നമ്മൾ കാല് മാറി വെച്ച് തന്നെ ഉള്ളത്. അപ്പോൾ ഇനി എൻ്റെ കൈ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ 1 2 3 4 1 2 3 4 ക്രോസ് ചെയ്താണ് പോണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ഞാൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇവിടെ കിട്ടും ഒന്നുകൂടെ 1 2 3 4 1 2 3 4 ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞ് ചെയ്ത് താഴ്ന്ന് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും? 1 2 3 4 1 2 3 4 ഇങ്ങനെ ചെയ്യണമെന്നല്ല, എന്നാൽ കുറച്ചൊന്ന് ചെറുതായി ചെയ്ത് താഴ്ന്നു കൊടുക്കണം. കേട്ടോ, ഇങ്ങനെ താഴ്ന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കൈയും കാലും പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാനിപ്പോൾ കൈ നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ കാണിച്ചു തന്നത്. നിങ്ങൾ കൈയും കാലും ഒരുമിച്ചെടുത്തോളൂ. വരും. നമ്മൾ ഇപ്പോൾ പഠിച്ച സ്റ്റെപ്പാണ് ചെയ്തു നോക്കും. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 അപ്പോൾ 1 2 പറയുമ്പോൾ നമ്മൾ കയ്യിൽ എടുത്തു വന്നു. അത് നമ്മൾ ഒരാൾ മുമ്പോട്ട് വരുന്നു, ഒരാൾ പുറകോട്ട് വന്നു. അവർ തന്നെ മുമ്പോട്ട് വരുന്നവർ തന്നെ മുമ്പോട്ട് വന്നപ്പോഴേക്കും പുറകോട്ട് വന്നവരുടെ പുറകോട്ട് തിരിച്ച് ചെയ്യും. തിരിച്ചൊന്നും ചെയ്തോളൂ. ചെയ്തോളൂ. 1 2 തിരിച്ചാണ് 3 4 5 6 7 8 കയ്യെന്ന് 1 2 3 4 5 6 7 8 മനസ്സിലായത് അല്ലേ? സംശയമുണ്ടോ? അതെ. ഇപ്പൊ ഒരാളെ തിരിച്ചു വരുമ്പോ ബാക്ക് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. പറ്റുന്നുണ്ടോ? വലുത് മാത്രം മതി, ഇടതെടുക്കണ്ട, വേണ്ട. മറന്നു വലുതൊക്കെ ആയിക്കോ. അത് ചെയ്തോളൂ. നിങ്ങളുടെ സൗകര്യം, നിങ്ങൾക്ക് ഏതാ സൗകര്യം? വെള്ളം എടുക്കാൻ അപ്പം ചെയ്തോളൂ. അതാകുമ്പോൾ മാറില്ലല്ലോ. ചെയ്തോളൂ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 അത്രേ ഉള്ളൂ. നന്നായിട്ട് മനസ്സിലായി. സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലല്ലോ. സംശയം ഉണ്ടോ? പറയൂ. സംശയം ഇല്ല. നമ്മളിപ്പോ വന്ന് തിരിച്ചു പോയാലോ, വന്നിട്ട് തിരിച്ചു പോയാലും അത് മതി. അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, വരൂ. വന്നല്ലോ, നിങ്ങളും കൂടെ ചേർത്ത് ചെയ്യുമെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8
നമുക്ക് ഇത് തന്നെ ഒന്ന് തിരിച്ചൊന്ന് പോയി നോക്കാം. ആ ചെയ്തോളൂ തിരിച്ച്. 1 2 3 ഇങ്ങോട്ടാണ് കൊണ്ട് 4 5 6 7 8 ചെയ്തോളൂ. 1 2 3 4 അതെ തിരിച്ച് ഒന്നുകൂടെ. ഇനി നമ്മള് ആദ്യം റൈറ്റ് സൈഡിലോട്ട് ചെയ്തോണ്ടിരുന്നു, ഇനി നമ്മള് ലെഫ്റ്റ് സൈഡിലോട്ട് ചെയ്തോണ്ടിരിക്കണം. എല്ലാവർക്കും ചെയ്തോളൂ. 1 2 കൈയെല്ലാം ഒന്ന് തന്നെ, കൈയെല്ലാം ഒന്ന് കൈ മാറ്റും. ചെയ്തോളൂ. സൈഡ് മാറിയിട്ട് ചെയ്തോളൂ. 1 റെഡി. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 3 4 5 6 7 വലതേ മാത്രമേ ഉള്ളൂ. 1 2 എല്ലാവരും മതി. 3 4 5 6 7 8 നിങ്ങൾ ബ്രേസിൽ വരുമ്പോൾ നിൽക്കണം, പിന്നെ ലെഫ്റ്റിലോട്ട് എടുക്കണം. ചെയ്തോളൂ. 1 2 3 4 5 6 7 ഗീതാചേട്ടൊന്ന് മരങ്ങുന്നു ഇടത്തോട്ട് വരാനായിട്ട്. അല്ല നിങ്ങളെ ബ്രേസിലെത്തിയോ? നമ്മുടെ ബ്രേസിലെത്തി ഒറ്റ ഫോൺ കൊണ്ട് അതാണ് എഴുതുന്നത്. 2 3 4 5 6 7 എല്ലാവരും കഴിക്കണം. 1 2 റൗണ്ടിൽ തന്നെ പുറകോട്ട് പോകരുത് അധികം കേട്ടാ. ഒന്നുകൂടെ റൗണ്ട് കളയല്ലേ, റൗണ്ടിൽ തന്നെ നിൽക്കണം. റെഡി? ഒന്നുകൂടെ ചെയ്തോളൂ. ഓക്കെ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 തിരിച്ച് 1 2 3 4 5 6 7 8 ഇതെങ്ങനെ വന്നു? ശോഭാജി ഇങ്ങോട്ട് പോകണം. 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി നമുക്കിത് റൈറ്റ് ലെഫ്റ്റ് ഒന്നിച്ച് എല്ലാവരും ചെയ്യണം, നിർത്താതെ ചെയ്യണം. റെഡി ആണല്ലോ? ചെയ്തോളൂ. ചെയ്തോളൂ. ചേർത്ത് കഴിഞ്ഞാൽ ചെയ്തോളൂ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടെ ഇത് തന്നെ ഒന്ന് നോക്കാം. ശരിക്കും നിങ്ങൾ പഠിച്ചുകൊണ്ട് വരിക ചെയ്യാൻ. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒന്ന് നിർത്താം, അടുത്ത ക്ലാസ്സിൽ കാണാം. തിരുവാതിരക്കളി ക്ലാസ് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ്, എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാവുന്ന സ്റ്റെപ്പാണ്. പക്ഷേ ഇവർ ഇപ്രാവശ്യം അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടില്ല. പലരും തെറ്റിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ നിങ്ങൾ അത് നോക്കണ്ട, നന്നായിട്ട് ഞാനിപ്പോൾ കാണിച്ചല്ലോ, അതാണ് സ്റ്റെപ്പ്. കൈയും അത് തന്നെയാണ്, പക്ഷെ ക്രോസ് ചെയ്യണം മാത്രം. അങ്ങോട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് കുറച്ച് പേര് വരുമ്പോൾ ഒരാൾ നിൽക്കുന്ന വലത്തുവശത്തോട്ടൊരാൾ വലത്തോട്ട് പോകുമ്പോൾ മുന്നിൽ കൂടി പോയും, ഇടത്തോട്ട് പോകുന്ന ആൾ ബാക്കിൽ കൂടി പോകും. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് തെറ്റില്ല. ഒരാൾ എപ്പോഴും വലത്തോട്ട് കൂടി തന്നെ പോവുക, അടുത്ത ആൾ ഇടത്തോട്ട് കൂടി തന്നെ പോകും. അപ്പോൾ അങ്ങനെ ക്രോസ് ചെയ്ത് വരുമ്പോൾ തെറ്റാതെ നിങ്ങൾക്ക് പോകാൻ പറ്റും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി കൈയും ഇതിൻ്റെ കാലും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇത്രയും നേരം എല്ലാവരും കണ്ടതിന് എല്ലാവരും ഇത്രയും നേരം
ക്ഷമയോടെ കണ്ട്, പ്രായമായവരാണ്, അത് ശ്രദ്ധിക്കുക, ക്ഷമയോടെ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിച്ചത്. നന്ദി, നമസ്കാരം.